ഹലോ, എല്ലാവർക്കും ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു പുതുപുത്തൻ എപ്പിസോഡിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നവ്യയ്ക്ക് ചെക്കപ്പിന് പോകേണ്ട ഡേറ്റ് എല്ലാം കഴിഞ്ഞു കാണും. അബിയോട് പലതവണ പറയുന്നുണ്ട് എൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട്. എന്നാ അബി അതൊന്നും കേട്ട മട്ടുപോലും ഉണ്ടായിരിക്കില്ല. നവ്യ അങ്ങനെ അബിയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ അടുത്ത് 2-3 ദിവസമായില്ലേ ചെക്കപ്പിന് പോണെന്ന് പറയുന്നു, നീ എന്താ എൻ്റെ കൂടെ വരാത്തെ? നീ വേണേ പൊക്കോ, എന്തിനാ എൻ്റെ ഒരു കൂട്ട്? എന്താ അഭി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ അല്ലാതെ ആരാ എൻ്റെ കൂടെ പോരാനുള്ള? കുഞ്ഞിന്റെ അച്ഛൻ നീയല്ലേ? നീയല്ലേ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് വരണ്ടേ? എല്ലാവരും ഭർത്താക്കന്മാരുടെ കൂടെ എത്ര സന്തോഷത്തോടെയാണെന്നറിയോ ചെക്കപ്പിനായിട്ട് വരുന്നത്? കഴിഞ്ഞ തവണയും നീ ഇത് തന്നെയാ പറഞ്ഞത്. അന്ന് പിന്നെ ഞാൻ തനിയെ പോയി. ഇന്ന് എന്തായാലും നീ എൻ്റെ കൂടെ വരണം, അല്ലാതെ ഞാൻ ചെക്കപ്പിന് പോവില്ല. നീ പോവണ്ട, നീ ഇവിടെ ഇരിക്കുക. മരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായില്ലേ, എന്തായാലും ഡോക്ടറെ കാണണം. എനിക്കാണെങ്കിൽ ചെറിയ എന്തൊക്കെ അസ്വസ്ഥത പോലെയൊക്കെ തോന്നുന്നുണ്ട്. നീ എൻ്റെ കൂടെ വാ. നീ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. കഴിഞ്ഞ മാസം പോയത് എൻ്റെ സഹായത്തോടെയാണോ? അതുപോലെ തന്നെ ഇപ്രാവശ്യവും നീ ഹോസ്പിറ്റലിലോട്ട് പോ. എനിക്ക് തനിയെ പോകാൻ പറ്റാത്ത കാരണ നീ കൂടെ എൻ്റെ കൂടെ വാ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഇപ്രാവശ്യം എനിക്ക് വല്ലാത്ത ക്ഷീണവും തളർച്ചയും ഒക്കെ തോന്നുന്നുണ്ട്. ശരീരത്തിന് ക്ഷീണമാണെങ്കിലും നിന്റെ വായ്ക്ക് ഒരു ക്ഷീണവും ഞാൻ കാണുന്നില്ലല്ലോ. എന്തൊക്കെ ഓരോ ദിവസം എന്നെയും എൻ്റെ അമ്മയെയും ഒക്കെ പറയാറ്. അബി, ഈ സമയത്ത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കണമെന്നാ. അതൊന്നും ഇല്ലെങ്കിലും എൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലെങ്കിലും വന്നൂടെ? നിന്നോടല്ലേ പറഞ്ഞ് എനിക്ക് പറ്റില്ല എന്ന്. വേണമെങ്കിൽ നീ തനിയെ പൊക്കോ എന്നും പറഞ്ഞ് അബി അവിടെ നിന്ന് പോവാണ്. എന്നാ നവ്യയ്ക്ക് ഇതൊക്കെ കേട്ട് ഒരുപാട് സങ്കടമായിരിക്കും. എന്നാ നവ്യയ്ക്ക് വല്ലാത്ത ക്ഷീണവും തളർച്ചയൊക്കെ തോന്നുമ്പോ നവ്യ വീട്ടിലോട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മോളെ, എനിക്കാണെങ്കിൽ 2-3 ദിവസമായിട്ട് നല്ല തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ട്. എന്നാ പിന്നെ എന്തിനാ ചേച്ചി അവിടെ നിൽക്കുന്നേ? ചേച്ചി നേരെ ഇങ്ങോട്ട് പോ. അവിടെ ചേച്ചിയെ നോക്കാൻ ഇപ്പൊ ആരുമില്ലല്ലോ. ചേച്ചി കുറച്ച് നാള് ഇവിടെ വന്ന് നിൽക്ക്. വേണ്ട മോളെ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാൽ മതിയെന്നാ ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നത്. അതുകൊണ്ടേ ഞാൻ അവിടെ വന്ന് നിൽക്കുന്നില്ല. മോള് ചേച്ചിക്ക് ഒരു ഉപകാരം ചെയ്യണം. എന്താ ചേച്ചി, എന്താ കാര്യം? അല്ല, മോള് ആരോടും പറയണ്ട. ഇല്ല ചേച്ചി, കാര്യം പറ. ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അത് മോളെ, ചെക്കപ്പിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് 2-3 ദിവസമായി. മരുന്നെല്ലാം തീർന്നിരിക്കുക. എനിക്കാണെങ്കിൽ വല്ലാത്ത ക്ഷീണവും തളർച്ചയും ഒക്കെ തോന്നുന്നുണ്ട്. തൽക്കാലം മോള് ഞാൻ കഴിക്കുന്ന മരുന്ന് ഒന്ന് വാങ്ങിക്കൊണ്ട് തരുമോ? വാങ്ങിക്കൊണ്ട് തരുമെന്നോ? ചേച്ചി പറഞ്ഞാ പോരെ, ഞാൻ അപ്പൊ തന്നെ അവിടെ എത്തില്ലേ. എന്നാലും അഭിയേട്ടൻ എന്താ ചേച്ചിയുടെ കാര്യമൊന്നും നോക്കാത്തെ? ചേച്ചി, ചെക്കപ്പ് ഒന്നും മുടക്കാൻ പറ്റില്ല. എല്ലാ മാസവും കറക്റ്റായിട്ട് ചെക്കപ്പിന് പോകണമെന്ന് ചേച്ചിക്ക് അറിയുന്നതല്ലേ. ചേച്ചി അഭിയേട്ടനൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ചേച്ചിക്ക് പൊക്കൂടെ? അങ്ങനെ തന്നെയല്ലേ മോളെ ഞാൻ പോവാറ്. എല്ലാ മാസവും ഞാൻ തനിയെ തന്നെയല്ലേ ഹോസ്പിറ്റലിലോട്ട് പോവാറ്. എന്നാ ഇത്തവണ അഭിയോട് ഞാൻ പറഞ്ഞു. അഭിയാണെങ്കിൽ അത് കേട്ട മട്ടുപോലുമില്ല. എനിക്ക് തനിയെ പോവാനാണെങ്കിൽ വല്ലാത്ത ക്ഷീണം തോന്നുക. ചേച്ചി, അഭിയേട്ടൻ്റെ അമ്മയോട് പറയായിരുന്നില്ലേ? ആരോട് പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? എൻ്റെ കാര്യം നോക്കാനൊന്നും ഇവിടെ ആർക്കും സമയമില്ലല്ലോ. അതാ പറഞ്ഞേ, ചേച്ചി ഇങ്ങോട്ട് വാ. ഇവിടെ അച്ഛൻ നമ്മളെ എത്ര നന്നായിട്ടാ നോക്കിയിരുന്നേ, അതുപോലെ ഇനിയും അച്ഛൻ നോക്കും. കുറച്ച് നാള് ചേച്ചി ഇവിടെ വന്ന് നിൽക്ക്. ചേച്ചി വേണമെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുവരാം. നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് വരാം. വേണ്ട മോളെ, ഇപ്പം എൻ്റെ മോളെ തൽക്കാലം മരുന്ന് വാങ്ങിക്കൊണ്ടുവാ. അവിടെ അച്ഛനോടോ അമ്മയോടോ നാനയോടൊന്നും പറയണ്ട. അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സങ്കടാവും. ഇല്ല ചേച്ചി, ഞാൻ ആരോടും പറയുന്നില്ല. എന്നാ നന്ദു സംസാരിക്കുന്നത് ഗോവിന്ദനും കനകയും കേൾക്കുന്നുണ്ട്. അല്ല മോളെ, ആരാ നവ്യാണ് വിളിച്ചിരുന്നേ? ആ അച്ഛാ, ചേച്ചിയാ വിളിച്ചിരുന്നേ. എന്താ, മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളുടെ സംസാരത്തിന്ന് എനിക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നേ. ഇല്ല അച്ഛാ, ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ മോളെന്തിനാ നന്ദുട്ടിനെ വിളിച്ചത്? അത് ചേച്ചിക്ക് എന്നെ ഒന്ന് കാണണമെന്നും പറഞ്ഞു. അതിനാ? മോളെ കാണണമെന്നോ? ഒരുപാട് നാളായില്ലേ എന്നെ കണ്ടിട്ട്. അപ്പൊ ചേച്ചിക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞതാ. എന്തായാലും മോള് ഇപ്പം അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. അവിടെ അനാമികയുണ്ട്. മോൾ അങ്ങോട്ട് പോയാ അത് മതി അടുത്ത പ്രശ്നത്തിന്. വേണ്ട മോളെ, മോളിപ്പം അങ്ങോട്ട് പോകണ്ട. അച്ഛൻ പൊക്കോളാം. എന്താവശ്യമാണെങ്കിലും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. വേണ്ട അച്ഛാ, ചേച്ചിക്ക് എന്നെ കാണണമെന്നല്ലേ പറഞ്ഞത്. ഞാൻ പൊക്കോളാം. പിന്നെ ചേച്ചി തന്നെയല്ലേ എന്നെ അങ്ങ് വിളിച്ചത്. അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇത് കേട്ട് കനകയും പറയുന്നുണ്ട്. ഗോവിന്ദേട്ടാ, എന്തായാലും മോള് പോട്ടെ. നവ്യയ്ക്ക് മോളെ കാണണമെന്നല്ലേ പറഞ്ഞത്. മോള് പോയി കാര്യമൊക്കെ അന്വേഷിച്ച് തിരിച്ചു വരും. എന്താ കനകേ, നീ ഒന്നും അറിയാതെ സംസാരിക്കുന്നേ? അനാമികയുടെ സ്വഭാവം അറിയുന്നല്ലേ. ഇവിടെ വന്നിട്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാ ആ കുട്ടി ഉണ്ടാക്കിയത്. അപ്പൊ പിന്നെ നന്ദു അങ്ങോട്ട് പോയാ അവള് പറയില്ലേ അവളെ ഭർത്താവിനെ കാണാൻ വന്നതാണെന്ന്? എന്തിനാ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ. അച്ഛൻ പേടിക്കാതിരിക്കുക. ഞാൻ പോയിട്ട് ചേച്ചിയെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് നന്ദു അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് നയന ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നന്ദുവിനോട് പോയിട്ട് നയന ചോദിക്കുന്നുണ്ട്, മോളെ ചേച്ചി എന്തിനാ വിളിച്ചേ? ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ?
ഇല്ല ചേച്ചി, ഒരു കുഴപ്പമില്ല. എന്നെ ഒന്ന് കാണണമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാ. മോൾ എൻ്റെ അടുത്ത് കള്ളം പറയണ്ട. കള്ളം പറയാനേ എൻ്റെ മോൾക്കറിയില്ല. അതുകൊണ്ട് സത്യം പറ, എന്തിനാ ചേച്ചി വിളിച്ചത്? ചേച്ചിക്ക് അവിടെ എന്താ കുഴപ്പം? പറ മോളെ. ചേച്ചിയുടെ മരുന്നെല്ലാം കഴിഞ്ഞിരിക്കുക. ചേച്ചിയോട് മരുന്ന് വാങ്ങി കൊണ്ടുവരാൻ പറയായിരുന്നു. ചെക്കപ്പിന്റെ ഡേറ്റ് എല്ലാം തെറ്റി. അതുകൊണ്ട് ചെക്കപ്പിനും പോയിട്ടില്ല. അപ്പോൾ ചേച്ചിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മരുന്ന് കൊണ്ടുകൊടുക്കാനാ ഞാൻ പോകുന്നേ. മോളെ, ആപ്പി അപ്പൊ ചേച്ചിയുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലേ? ചേച്ചി ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. ഞാനെന്തായാലും ആദർശേട്ടനെ വിളിച്ച് കാര്യം പറയാ. ആദർശേട്ടനെ കരുതിയിരിക്കുക ആപ്പി എല്ലാ കാര്യവും നോക്കുന്നുണ്ടെന്നായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും. അതുകൊണ്ട് ചേച്ചിയുടെ കാര്യത്തിൽ കൂടുതലായിട്ട് അവരൊന്നും ഇടപെടാതിരിക്കുകയായിരിക്കും. ഞാനെന്തായാലും ആദർശേട്ടനോട് ഇക്കാര്യമൊക്കെ പറയട്ടെ. അപ്പൊ പിന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ ഇക്കാര്യം പറഞ്ഞ് അവിടെ ഒരു തീരുമാനം എടുക്കും. ഇപ്പൊ മോളെന്തായാലും മരുന്ന് വാങ്ങി കൊണ്ടു കൊടുക്ക്. ഇപ്പോൾ അത്യാവശ്യം വേണ്ട മരുന്ന് മോള് വാങ്ങിയാൽ മതി. ബാക്കി കാര്യം ഞാൻ ആദർശേട്ടനോട് പറയാം എന്ന് നയന പറയുന്നുണ്ട്. മോള് വേഗം പോ എന്നും പറഞ്ഞ് നന്ദുവിനെ പറഞ്ഞു വിടാണ്. നന്ദു അങ്ങനെ മരുന്നെല്ലാം വാങ്ങിച്ച് അനന്തപുരിയിൽ എത്തുന്നുണ്ട്. അനന്തപുരിയിലോട്ട് കയറുന്ന സമയത്ത് അനാമിക കാണുന്നുണ്ട്. നീ എന്തടി ഇങ്ങോട്ട് കയറി വന്നേ? എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ ഈ വീടിന്റെ പടി ചവിട്ടിയേ? എന്തേ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഞാൻ എൻ്റെ ചേച്ചിയെ കാണാനായിട്ട് വന്നതാ. ചേച്ചിയെ കാണാനായിട്ടോ? എനിക്കറിയാലോ നീ ആരെ കാണാനായിട്ടാ ഇങ്ങോട്ട് വരിക എന്ന്. എൻ്റെ ഭർത്താവിനെ കാണാനായിട്ടല്ലേ? എന്തേ അനി പറഞ്ഞോ നിന്നോട് ഇങ്ങോട്ട് വരാൻ? വെറുതെ അനാമികെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. നിന്നോടൊന്നും ഞാൻ സംസാരിക്കാൻ വരുന്നില്ല. എനിക്ക് ചേച്ചിയെ കണ്ട് ഇത് കൊടുക്കാനാ. എന്ത് കൊടുക്കാനാന്നാ നീ പറയുന്നേ? നിന്നോട് ഈ വീട്ടിലോട്ട് വരരുതെന്ന് വല്യമ്മയും എൻ്റെ അമ്മയും ഒക്കെ പറഞ്ഞിട്ടില്ലേ? നിന്റെ ചേച്ചിമാര് രണ്ടുപേരും ഇങ്ങോട്ട് വലിഞ്ഞു കയറിയ പോലെ നീയും വലിഞ്ഞു കയറാനായിരിക്കും. മതി അനാമികെ, നീ കാര്യം അറിയാതെയാ സംസാരിക്കുന്നത്. ഞാൻ ഈ മരുന്ന് എന്റെ ചേച്ചിക്ക് കൊടുക്കാനായിട്ട് വന്നതാ. പിന്നെ ചേച്ചിയുടെ മരുന്ന് കിട്ടാതെ മരിക്കാൻ പോവല്ലേ നീ മരുന്നുമായിട്ട് വരാൻ? ഇറങ്ങിപ്പോടി. ഞാനെന്തായാലും ചേച്ചിയെ കണ്ടിട്ടേ പോവൂ. ഓ, ചേച്ചിയെ കണ്ടിട്ടേ പോവൂ. മര്യാദയ്ക്ക് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ തല്ലി ഇറക്കും. അനിയെ കാണാൻ കിട്ടുന്ന ഓരോ അവസരവും നീ അത് മുതലെടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ അനി ഇവിടെ ഉണ്ട്, അതുകൊണ്ടല്ലേടി നീ ഇങ്ങോട്ട് കയറി വന്നത്? പഴയ ബന്ധം പുതുക്കാൻ, അതോ പഴയ പോലെ ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ? അതെ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിൽ തന്നെയാ. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ചേച്ചിയെ കാണാൻ വന്നതാണെന്ന്. ഇനി നീ വിചാരിക്കുന്ന പോലെ നിന്റെ ഭർത്താവിനെ കണ്ട് സംസാരിക്കാൻ തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് നീ കരുതിക്കോ. മനുഷ്യനെ ക്ഷമിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. എനിക്കറിയടി എത്ര ധൈര്യത്തോടെയാടി നീ എന്റെ മുന്നിൽ നിന്ന് പറഞ്ഞത് എന്റെ ഭർത്താവിനെ കാണാൻ വന്നതാണെന്ന്. അങ്ങനെ കയ്യിലുള്ള ആ മരുന്നെല്ലാം തട്ടിത്തേർപ്പിക്കുകയാണ്. മരുന്നെല്ലാം നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. നീ എന്താ അനാമിക കാണിക്കുന്നേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അതേടി, എനിക്ക് ഭ്രാന്താ. എന്റെ ജീവിതം തകർക്കാൻ വന്ന യക്ഷിയല്ലേടി നീ എന്നും പറഞ്ഞ് അനാമിക നന്ദുവിനെ ഒരെണ്ണങ്ങ് കൊടുക്കാണ്. കൊടുക്കുന്ന സമയത്ത് നന്ദു ആകെ ഷോക്കായിട്ട് നിൽക്കുമായിരിക്കും. അപ്പോഴേക്കും മുത്തശ്ശൻ ഇതെല്ലാം കണ്ടു നിൽക്കാണ്. മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി അനാമികയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അനാമികെ, നീ ആരുടെ ദേഹത്തെ കൈവച്ചെന്നറിയോ? മുത്തശ്ശനെ കാണുമ്പോ അനാമിക ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇവളിവിടെ വന്നത് അനിയെ കാണാനായിട്ടാ. നിന്റെ കള്ളക്കരച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. മോള് പറയുന്നതേ എല്ലാം ഞാൻ കേട്ടതാ. മോള് പലതവണ പറഞ്ഞില്ലേ നവ്യയെ കാണാനായിട്ട് വന്നതാണ്, എന്റെ ചേച്ചിക്ക് മരുന്ന് കൊടുക്കാനാണ് എന്നൊക്കെ എത്ര തവണ പറഞ്ഞു. കേൾക്കാത്ത കാരണം ദേഷ്യം കൊണ്ടാ കുട്ടി പറഞ്ഞതാ. ഈ അനന്തപുരിയിലോട്ട് ആര് കയറി വന്നാലും അവരെ നല്ല പോലെ സൽക്കരിച്ചിട്ടേ ഇവിടുന്ന് പറഞ്ഞു വിടൂ. എന്നാ ഈ വീട്ടിലൊരു കുട്ടി തന്നെയാ നന്ദു. ആ കുട്ടിയുടെ ദേഹത്താ നീ കൈവച്ചത്. എന്തായാലും നിന്റെ ന്യായീകരണങ്ങളൊന്നും എനിക്കിനി കേൾക്കണ്ട. എന്തായാലും നിന്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് വരാൻ പറ. എന്നിട്ട് അവരെ കൂടെ നീ അങ്ങ് പോ. ഇനി നീ ഇവിടെ നിൽക്കണ്ട. കുറച്ചു നാളെ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്. അച്ഛനോടും അമ്മയോടും എങ്ങനെയാണ് മുതിർന്നവരോടും വീട്ടിൽ വരുന്നവരോടും പെരുമാറുകയെന്ന് ചോദിച്ച് മനസ്സിലാക്ക്. പലതവണ ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. എന്നാ ഇത്തവണ ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല. ഇറങ്ങിക്കോണം ഇപ്പൊ നിന്റെ അച്ഛനെയും അമ്മയെയും വിളിച്ച് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഈ സമയത്ത് നവ്യ വരുന്നുണ്ട്. എന്താ മുത്തശ്ശ, എന്താ ഇവിടെ പ്രശ്നം? നന്ദു, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അങ്ങനെ മരുന്നെല്ലാം നിലത്ത് കിടക്കുന്നുണ്ടായിരിക്കും. എന്താ നന്ദു, മരുന്നൊക്കെ ഇതാ നിലത്ത് കിടക്കുന്നു. മോളെന്താ ഇവിടെ തന്നെ നിന്നേ? നയന മോളെ, മോള് ചോദിക്കേണ്ടതേ അനാമികയുടെ അടുത്താ. അനാമിക നന്ദുവിനെ തല്ലി ഈ മരുന്നെല്ലാം ഇവിടെ ഇട്ടത് അനാമികയാ. ഇത് കേട്ട് നവ്യ പറയുന്നുണ്ട്, നീ എന്തിനാ എന്റെ അനിയത്തിയെ തല്ലിയത്? അവൾ എന്ത് തെറ്റാ ചെയ്തേ? അവളോട് ഞാനാ എങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. അബി എന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുപോയില്ല. അത് കാരണം ഞാൻ നന്ദുവിനെ വിളിച്ച് പറഞ്ഞതാ മരുന്ന് വാങ്ങി കൊണ്ടുവരാൻ. കേട്ടില്ല അനാമികെ? നന്ദു വന്നതേ നവ്യയ്ക്ക് മരുന്നുമായിട്ടാ. ആ കുട്ടിയെയാ നീ തല്ലിയത്. മര്യാദയ്ക്ക് ഇറങ്ങിക്കോ. മര്യാദ പഠിച്ചിട്ട് നീ ഇങ്ങോട്ട് ഇനി തിരികെ വന്നാ മതി. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, വെയ്യാത്ത സമയത്ത് ഇങ്ങനെയൊന്നും ബഹളം ഉണ്ടാക്കല്ലേ. എന്താ നിങ്ങളെ കാണിക്കുന്നേ? വെയ്യാന്ന് വെച്ചിരുന്നാലേ ഇവരൊക്കെ എന്റെ തലയിൽ കയറിയിരിക്കും.
എന്നും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ നന്ദുവിന്റെ അടുത്തോട് ചെല്ലുന്നുണ്ട്. മോളെ, മോൾക്ക് വേദനിച്ചോ? സാരമില്ല, മോൾ ഉള്ളിലോട്ട് വാ എന്നും പറഞ്ഞ് മുത്തശ്ശി നന്ദുവിനെ ഉള്ളിലോട്ട് കൊണ്ടുപോവാണ്. അനാമിക ദേഷ്യത്തോടു കൂടി നിൽക്കാണ്.